ഈ വൈകല്യമുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അല്ലേ? ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വൈകല്യമുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ആ കുഞ്ഞുങ്ങളെ ഞങ്ങൾ വൈകല്യമുള്ള കുഞ്ഞുങ്ങളായിട്ട് സ്വീകരിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ധീരതയോടെ കുഞ്ഞുങ്ങളെ സ്വീകരിച്ച് വളർത്തുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോഴും നമുക്ക് ചിന്തിക്കാതിരിക്കാം, നമ്മുടെ ദൈവത്തിന് എവിടെയൊക്കെ തെറ്റുപറ്റുന്നില്ലേ? എന്തുകൊണ്ടാണ് ചില കുഞ്ഞുങ്ങളൊക്കെ വൈകല്യമുള്ള കുഞ്ഞുങ്ങൾ? ചില കുഞ്ഞുങ്ങളുടെ കഴുത്ത് നേരെ നിൽക്കുന്നില്ല, ചില കുഞ്ഞുങ്ങൾക്ക് മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ, വൈകല്യങ്ങളുണ്ട്. ചിലത് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല, കാലുകൾക്ക് ബലക്കുറവ്, കൈകൾക്ക് ബലക്കുറവ്. ഒരു വീട്ടില് 3 കുഞ്ഞുങ്ങളുണ്ട്, അതിലൊരു കുഞ്ഞിന് വൈകല്യമുള്ള കുഞ്ഞ്. ആ കുഞ്ഞിനെ കിട്ടിയപ്പോൾ ആ വീട്ടുകാർ ഒരുപാട് സങ്കടപ്പെട്ടു. മനസ്സിന്റെ തലത്തിൽ അല്പം വൈകല്യമുണ്ട്. വൈകല്യമുള്ള കുഞ്ഞിനെ ദൈവം തന്നു കൊടുത്ത് ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് ആ കുടുംബം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഈ വൈകല്യമുള്ള കുഞ്ഞിനെ ഓർത്താ. കാരണം എന്നറിയാമോ? ഈ വൈകല്യമുള്ള കുഞ്ഞ് വീട്ടിലുള്ളതുകൊണ്ട് വീട്ടിൽ ആർക്കും കരയാനും പറ്റില്ല, വീട്ടിലാർക്കും ദേഷ്യപ്പെടാനും പറ്റില്ല. കാരണം എന്നറിയാമോ? വീട്ടിലാരെങ്കിലും കരയണ കണ്ട ഈ കുഞ്ഞിന് വിഷമാ. ഈ കുഞ്ഞ് പെട്ടെന്ന് വന്ന് ആ കരയണ വ്യക്തി അങ്ങോട്ട് വട്ടയിട്ട് കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കരച്ചിൽ നിർത്താണ്ട് ഇട്ടിട്ട് പോകില്ല. അതുകൊണ്ട് ഇവനെ സങ്കടപ്പെടുത്തണ്ടല്ലോ എന്ന് കരുതി ആരും സങ്കടം ഉണ്ടെങ്കിലും ഉള്ളിൽ ഒതുക്കുള്ളൂ, ആരും കരയില്ല. ആരും സങ്കടപ്പെടണം ദേഷ്യപ്പെടണം അവന് ഇഷ്ടമല്ല. ഈ വീട്ടുകാർ പറയാ, വർഷങ്ങളായി ഈ വീട്ടിൽ ആരെങ്കിലും ഒന്ന് ദേഷ്യപ്പെട്ടിട്ട് കരയാൻ സങ്കടം ഇല്ലാത്തോണ്ടൊന്നുമല്ല കരയാത്തത്, കരയാൻ ഇവൻ സമ്മതിക്കില്ല. അപ്പനും അവൻ പറഞ്ഞത്, സത്യത്തിൽ കുറെ വർഷങ്ങളായിട്ട് ഈ വീടിന്റെ സന്തോഷം എന്ന് പറഞ്ഞത് ഈ വൈകല്യമുള്ള കുഞ്ഞാണ്.